ചാനൽ ട്രിനിറ്റി വോയിസ്. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീന്ന് എത്ര നാൾ വൃഥാവായോടി മനുഷ്യ നിൻ ജീവിതം. ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ വീതം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ഇനി നമുക്ക് 4 സെഷനാണുള്ളത്. അതിൻ്റെ ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 12-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 14:12. അബ്രാമിൻ്റെ സഹോദരൻ്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. And they took Lot, Abram's brother's son, who dwelt in Sodom, and his goods, and departed. ഇനി നമുക്ക് സെക്കൻഡ് സെഷനായ റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് പോകാം. വേർ യു വർഷിപ്പ് ഈസ് നോട്ട് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് വൈ യു വർഷിപ്പ് and how much of yourself you offer to God when you worship. There is a right and wrong way to worship. The Bible says, let us be grateful and worship God in a way that will please Him. The kind of worship that pleases God as for. God is pleased when our worship is accurate. People often say, I like to think of God as, and then they share their idea of the kind of God they would like to worship. But we cannot just create our own comfortable or politically correct image of God and worship it. That is idolatry. Third session, Proverbs or സദൃശവാക്യങ്ങൾ. Proverbs chapter 13:9. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ 9-ാമത് വാക്യം. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. The light of the righteous rejoiceth, but the lamp of the wicked shall be put out. Fourth session, Matthew or മത്തായി. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 42-ാമത് വാക്യം. മാത്യു ചാപ്റ്റർ 5:42. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവരെ ഒഴിഞ്ഞു കളയരുത്. Give to him that asketh thee, and from him that would borrow of thee turn not thou away. നമുക്ക് എന്നും ചിന്തിക്കുന്ന പോലെ വേദഭാഗം, അതായത് 5th സെഷനായിട്ടുള്ള വേദഭാഗം നോക്കാം. സൂക്ഷിച്ചു കൊള്ളുക, മെയിൻ ഹെഡിങ് ആണ്. അത് മത്തായി സുവിശേഷത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത്. ഇന്നിപ്പോൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ദൈവനാമത്തിൽ വ്യാജം പറയുന്നവരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. അവർ കാഴ്ചയ്ക്ക് ആടുകളെപ്പോലെ സൗമ്യരാണ്, എന്നാൽ ഉള്ളിലവർ ചെന്നായ്ക്കളാണ്.
പ്രവൃത്തി കൊണ്ട് അവരെ തിരിച്ചറിയാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ അത്തിപ്പഴമോ ഉണ്ടാകുകയില്ല. ഒരു നല്ല വൃക്ഷം ചീത്ത ഫലം നൽകുകയില്ല. ചീത്ത വൃക്ഷം നല്ല ഫലവും നൽകുകയില്ല. ചീത്ത ഫലം നൽകുന്ന വൃക്ഷമെല്ലാം വെട്ടി തീയിലിടും. ദൈവനാമത്തിൽ വ്യാജം പറയുന്നവരെയും അവരുടെ പ്രവൃത്തികളെയും കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാം. എൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുവീൻ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 29 വരെയുള്ള വാക്യം. 29 വരെയുള്ള എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ന്യായവിധി നാളിൽ പലരും എന്നോട് കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ദൈവകാര്യം പറഞ്ഞവരാണ്, ഭൂതങ്ങളെ പുറത്താക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് ദുഷ്ടന്മാരെ എന്നെ വിട്ടുപോകൂ, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവൻ പാറയുടെ മുകളിൽ വീട് പണിതവനെ പോലെ ബുദ്ധിമാനായിരിക്കുകയും മഴ പെയ്തു, പ്രളയമുണ്ടായി, കാറ്റ് ആ വീട്ടിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും പാറയുടെ പുറത്ത് അടിസ്ഥാനമിട്ടിരിക്കുന്നതിനാൽ അത് വീണില്ല. എന്നാൽ എൻ്റെ വാക്കുകൾ അനുസരിക്കാത്തവൻ മണലിന്മേൽ വീട് പണിതവനെ പോലെ ഭോഷനായിരിക്കും. മഴ പെയ്തു, പ്രളയമുണ്ടായി, കാറ്റ് ആ വീടിന്മേൽ അടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അവൻ്റെ പ്രബോധനത്തിൽ ജനക്കൂട്ടം വിസ്മയിച്ചു. യഹൂദന്മാരുടെ മതോപദേശകരെ പോലെയല്ലാതെ ദൈവത്തിൽ നിന്ന് അധികാരമുള്ളവനായിട്ടാണ് അവൻ സംസാരിച്ചത്. ഇനി നമുക്ക് ഈ വായിച്ചതിൻ്റെ എല്ലാം ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ ഉള്ളടക്കത്തിൽ ഫസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ്. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായി സോതോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ആൻഡ് ദേ ടുക്ക് ലോത്ത്, Abraham's brother's son, who dwelt in Sodom, and his goods and departed. സെക്കൻഡ് സെഷൻ റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് റിവൺ ലൈഫിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു പോർഷൻ ഇവിടെ വായിക്കാം. പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ്. God is pleased when our worship is accurate. People often say, I like to think of God as, and then they share their idea of the kind of God they would like to worship. സെക്കൻഡ് സെഷൻ പ്രോവർബ് ഓർ സദൃശവാക്യം. ഇവിടെ നാം കാണുന്നത് നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകുമെന്നും രണ്ട് കൂട്ടരെയാണ് കാണുന്നത്. ഒന്ന് നീതിമാൻ, രണ്ട് ദുഷ്ടന്മാർ. The light of the righteous rejoiceth, but the lamp of the wicked shall be put out. ഫോർത്ത് സെഷൻ നമ്മോട് യാചിക്കുന്നവന് കൊടുക്കാൻ എന്നും വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത് എന്നുമാണ്. Give to him that asketh thee, and from him that would borrow of thee, turn not thou away. നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.